ടൈം വിൽ ഹീൽ എവരിത്തിങ്. ശരിയാണ്, കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത മുറിവുകൾ ഇല്ല എന്ന് പറയാം. എങ്കിലും മുറിവുകൾ എങ്ങനെ മായുന്നു എന്നതുകൂടി പ്രധാനമാണ്. അവ യഥാർത്ഥത്തിൽ മാഞ്ഞതാണോ, മറഞ്ഞിരിക്കുന്നതാണോ, മറ്റൊരു രൂപത്തിലാണോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. കാരണം മനസ്സിലേൽക്കുന്ന മുറിവുകൾ കാരണം ഒരു മനുഷ്യൻ വേദനിക്കുന്ന രീതി കുറച്ചു കാലം കഴിയുമ്പോൾ മാറും. ജീവിതത്തിലെ ഒരു മോശം സാഹചര്യത്തിലൂടെ കടന്നുപോയ വ്യക്തി അതിനെ ഓർത്ത് കരയുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്തേക്കാം. കുറേ കാലം അയാളെ പല രീതിയിലും വേദനിപ്പിച്ച ആ സംഭവത്തെപ്പറ്റി പതിയെ അയാൾ മറക്കും. എന്നാൽ പിന്നീട് സമാന സാഹചര്യങ്ങൾ തങ്ങൾക്ക് മുന്നിൽ വന്നാൽ, എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇതുപോലെ നടന്നു എന്ന് കേട്ടാൽ മതി മനസ്സ് അസ്വസ്ഥമാകാൻ. അയാൾ പോലും അറിയാതെ അയാളുടെ സ്വഭാവത്തെ അത് ബാധിക്കാം. ഒരു കാരണവുമില്ലാതെയുള്ള ദേഷ്യമോ കരച്ചിലോ വരാം. പുതിയ ബന്ധങ്ങളിലേക്ക് പോകാനോ ആളുകളെ വിശ്വസിക്കാനോ കഴിയാതെ വരാം. ഉറക്കത്തെയും ജീവിതത്തിലെ സന്തോഷത്തെയും ഒക്കെ ബാധിച്ച് വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. പഠിത്തവും ജോലിയും ഒക്കെ മൊത്തത്തിൽ മോശമായി പോകാം. ഇതിലെ ദുഃഖകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്കൊരിക്കലും മനസ്സിലാകില്ല എന്താണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്നത്. മനസ്സിന് ഏൽക്കുന്ന മുറിവുകൾ സമയമെടുത്ത് ഉണങ്ങുക തന്നെ ചെയ്യും. എന്നാൽ ആ സമയങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. മനോരോഗ വിദഗ്ധരുടെ സഹായത്തോടെ മാനസിക ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ നമ്മൾ ശീലിക്കണം.